മലയാള മിമിക്രി രംഗത്ത് നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നമുക്കേറെ പ്രിയങ്കരനായി മാറിത്തീരുന്നൊരു താരമാണ് അല്ലേ? സിനിമയിലും വളരെ സജീവമാണ്. ഒരുപാട് സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. പിന്നെ ചാനലുകളിലെ സൂപ്പർ കോമഡിയനാണ് ശരിക്കും. അതെ, അപ്പോൾ ഒന്നും കൂടുതൽ പറയണ്ട, ആളെ കാണുമ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുള്ളൂ. വിളിക്കാൻ നമ്മുടെ സ്വന്തം കണ്ണൻ സാഗർ. കണ്ണൻ തനി നാടൻ കൊലമല്ലു മിനാറ്റി. അപ്പൊ സ്കൂളിൽ പിള്ളേരൊക്കെ പോകാൻ വേണ്ടി മുടിയൊക്കെ വിട്ട് നിർത്തൂലേ, അതുപോലെ റെഡിയാക്കി നിർത്തിയൊക്കെ. അതേ ഒരു കുഞ്ഞു പടത്തിലൊരു ചെറിയ വേഷം. അപ്പൊ കാട്ടിലുള്ള ഷൂട്ടാണ്. അപ്പൊ മുടി വേണമെന്ന് പറഞ്ഞു. ആദിവാസി ആ സെറ്റപ്പിലുള്ള പടമാണ്. അപ്പോൾ കുറച്ച് നാൾ 3 മാസമായിട്ട് മുമ്പോട്ട് 4 മാസമായി വളർത്തിക്കൊണ്ടിരിക്കുക. ഇനി അവസാനം ഇനി എന്നെ വേണ്ടെന്ന് പറയുമെന്നുള്ളൊരു പേടി. വളർത്തു എന്തായാലും പടത്തിൽ ഗംഭീരമായിരിക്കും. കാരണം ഓരോ സ്കിറ്റിൽ കൊടുക്കുമ്പോഴും ഓരോ സ്കിറ്റിലാണെങ്കിലും ചെയ്യുന്ന കഥാപാത്രത്തെ ഗംഭീരമായിട്ട് ചിരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. എൻ്റെ വൈഫിന് ഒരുപാട് മിമിക്രിക്കാരെയൊക്കെ അറിയാമെങ്കിലും ഇഷ്ടം എന്ന് പറയുന്ന ചില മിമിക്രിക്കാരുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് കണ്ണജൻ. കണ്ണജേട്ടൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയും കണ്ണജേട്ടനെ വിളിക്കുന്നു. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് വേറൊരു അഭിപ്രായമുണ്ട്. ഞാൻ ശകലം ഓവറാണെന്നുള്ള അഭിപ്രായം. അല്ല, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ വിജയമാണ്. നമ്മൾ ചില സമയത്ത് അങ്ങനെയാണ്. പല മിമിക്രിക്കാർക്കുള്ള കുഴപ്പം എക്സാജുറേഷൻസ് കൂടുതലാണ്. നമ്മളെപ്പോഴും ഇച്ചിരി കൈ നിടും. അഖില് പറഞ്ഞ പോലെ 2 എണ്ണം പറഞ്ഞാൽ 4 കൈ നിടാൻ ശ്രമിക്കും. അത് കാരണം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറച്ചുകൂടി നന്നാവണം. പക്ഷെ അതിലല്ല, അതൊക്കെ മനസ്സിലാക്കി തിരുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരു ആർട്ടിസ്റ്റ് ഒരു 90% വിജയിക്കും എന്നുള്ളതാണ്. പിന്നെ കഥകളുണ്ട് കുറേ. അതെ, കണ്ണൻചേട്ടൻ്റെ കഥകൾ അത് പറയാൻ നിന്ന ഈ സമയമൊന്നും പോരാ, ഒരുപാട് എപ്പിസോഡുകൾ പോകും. നമ്മൾ ഗൾഫ് ഷോസും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ണൻചേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ട് കഥ ഇങ്ങനെ പറഞ്ഞോളൂ. നമുക്ക് പ്രോഗ്രാം അറിയില്ല, സ്റ്റേജിൽ ആ പോകുന്ന റൂട്ട് നമുക്ക് അറിയില്ല ഒട്ടും. അത്ര ഗംഭീര കഥകളാണ്. ഏതായാലും ഈ ഒരു വേദിയിൽ എൻ്റെ റൈറ്റിലിൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരാണ്, സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ്. അവർ വിളിച്ച് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അല്പം താമസിച്ചു. 5 മണി കഴിഞ്ഞാൽ വന്നത്. അന്ന് അല്പം നേരം വരുന്നു, ഒരു ഇൻ്റർവ്യൂ ഒക്കെ മേളിൽ ചെന്നെടുത്തു. ഏതായാലും ഭാഗ്യമാണ്. പെർഫോമൻസൊക്കെ കാണുമ്പോൾ തന്നെ സത്യത്തിൽ നമ്മുടെയൊക്കെ ആ പഴയ കാലം, പഴയെന്നല്ല, ഞാൻ 90-ൽ ഒരു 90, 88, 90 ആ കാലഘട്ടത്തിൽ മിമിക്രി ആയിട്ട് ഇറങ്ങുന്നത്. ഞാൻ തബലിസ്റ്റായിരുന്നു. തബല വായിച്ച് അതിൽ കൂടിയാണ് മിമിക്രി രംഗത്തേക്ക് വരുന്നത്. ശരി. അപ്പോൾ ഇവിടുത്തെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ അന്തം വിട്ട്, ഇവരുടെയൊക്കെ എന്ത് കഴിവാണ്, എന്ത് പ്രതിഭകളാണ്. ദൈവം കഴിവുകൾ വാരി വാരി കൊടുത്തിരിക്കുന്നു. അപ്പം മിമിക്രി എന്ന കല ഒരിക്കലും നശിക്കുന്നില്ല. വീണ്ടും വീണ്ടും വളരെ ആർജവത്തോടു കൂടി വീണ്ടും ഉയരുന്നു എന്നുള്ളത് ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ട ഇതിൽ പെർഫോമൻസ് ചെയ്യുന്നവരും പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞവരും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഏതായാലും പരിപാടി ഗംഭീരമായി നടക്കട്ടെ. ആ മൂലയിലുണ്ടാവും. അല്ല കണ്ണചേട്ടൻ, ഞങ്ങൾ തന്നെ ഇവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾ കണ്ണു തള്ളിയിരിക്കുന്നു. കാരണം നമ്മൾ ആങ്കർ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിന് വാങ്ങി. സത്യത്തിൽ ആങ്കറിങ് സൂപ്പറാണ്. ഇവർ രണ്ടുമാണ് ഇത് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇവരില്ലെങ്കിൽ ഇത് പകുതിക്ക് വെച്ച് നിർത്തിയത്. അടിപൊളി അടിപൊളി തമാശ പറഞ്ഞാൽ. കണ്ണചേട്ടാ, എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇപ്പം പെർഫോമൻസ് എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ചില മാനറിസംസ് ഒക്കെ കണ്ണൻചേട്ടൻ കാണിക്കാറുണ്ട്. ചില ആൾക്കാരുടെ നടപ്പ്, ചില ആൾക്കാരുടെ മാനറിസങ്ങൾ ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും 1-2 പേരെ ഞാനതല്ല, ഒരു കുഞ്ഞു എൻ്റെ മനസ്സ് ടച്ച് ചെയ്തൊരു കുഞ്ഞൊരു പാട്ട്, ചെറുത് ഒരു 4 വരി. ഓക്കെ, അത് ഞാൻ പെർഫോമൻസ് അല്ലായിരുന്നു. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആശ്വസിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ 6 ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു ഞാൻ. സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുജനും ഓരോ ദിനമുണ്ടാറടി മണ്ണിനു ജന്മികൾ നമ്മൾ. എന്തിനു ജീവിതം, എന്തിനു ജന്മമി, എന്തിനു നാം വൃഥാ. അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാടുന്നു. ഇന്നലെ നമ്മൾ കണ്ടവരോ പലർ എങ്ങോ മറയുമ്പോൾ, കാലം കാക്കും ജാലമതിൽ നാം മണ്ണായി മാറുന്നു. സുഹൃത്തെ വെറും മണ്ണായി മാറും.
ജീവിതം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിസിപ്പൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്ത ടീം എന്ന് പറയുന്നത് വോയിസ് ഓഫ് തൃശ്ശൂർ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അബൂബക്കർ. നമുക്കെന്നാ ഇവരെല്ലാവരും കൂടി നമുക്ക് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് എത്തിക്കാം. ഓക്കെ, ഒന്ന് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഞാൻ അബൂബക്കറിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് പോവാം. ഓക്കെ. എന്ത് പടിയാ രാഘവ നീ കാണിച്ച? ഒരു വാക്ക് കൂടി പറയാണ്ട് വീട്ടിൽ തിരഞ്ഞു പോരാ. നിന്നെ കാണാണ്ട് വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുക. നീ വീട്ടിലേക്ക് വാ. നിനക്ക് ഞാൻ കാശ് തന്ന് സഹായിച്ചത് എൻ്റെ മോൾക്ക് നായരുണ്ടാക്കണമെന്ന് കരുതിയല്ല, നിന്റെ അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായി, അതുകൊണ്ടാ. അല്ലാണ്ട് അപ്പോൾ നമുക്കിനി മാളികപ്പുറം സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മാളികപ്പുറം സിനിമയിലെ ശ്രീധരവി സാറിൻ്റെ സീക്വൻസ് അത് ഞാൻ ഒന്ന് അവതരിപ്പിക്കുകയാണ്. നീ തരോളൂ എൻ്റെ കാശ്. ഒരാഴ്ച അതിനകത്ത് എനിക്ക് എൻ്റെ കാശ് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ബാങ്കാർ ചെത്തിയുടെ മുമ്പ് അമ്പാടി നിന്റെ വീട്ടിൽ വന്നൊന്ന് കയറും. മനസ്സിലായ? രാധാരവീര ശബ്ദം ഒന്ന് നോക്കാം. யாராந்து ஜமீன்தார் பைத்தியக்காரா சுப்ரீம் கோர்ட் ஜட்ஜ் அவட சட்டம் தெரிஞ்சவன் தான் அந்த அம்பலத்தான். நாளைக்கு இந்த முத்தை எல்லாரும் இந்த அப்பனை ஏமாத்திட்டு தோண சொத்தை பூரா முத்த கூட. அதுக்கு முன்னாடி முதலாளி உர போடு, பழி முத்து மேல் போடு. அப்புறம் சொத்து பூரா வாரிசு இல்லாமல் உர தங்கச்சி கொஞ்ச நாள் மேலே அமைச்சிடுவேன். அப்புறம் இந்த அண்ணன் தாண்ட மன்னன், നീ താണ്ട തളപതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ PVC പൈപ്പൊക്കെ കട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എക്സോ ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സോ ബ്ലേഡ് കൊണ്ട് പൈപ്പ് കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇനി എന്നിട്ടാ പോട്ടെ, തൃശ്ശൂക്കാരൻ മാനം പോകാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കലെ കറണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊണ്ടാക്കുന്നത് ജനറേറ്ററാണ്. അപ്പോൾ ജനറേറ്റർ പഴയത് കൊണ്ടാക്കിയാന്ന് വെച്ചാൽ അതിൻ്റെ വോയിസ് ഒന്ന് നോക്കാം. പടന്നൈര ശബ്ദം ഞാൻ ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ശ്രീവിക്രമമില്ല ഇവരുടെയൊക്കെ അഭേരച്ചൻ കലാഹൃദയരാണ്. എവിടെയാണ് മാമി സന്താന വലിയോട് ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഓഹോ, സന്താന വലിയൊന്ന് കാണണമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യവനാര് പേന വേണേക്ക് കണ്ട് 6 പ്രാവശ്യം കണ്ടു. എവരുടെ വലവുകളിലേക്ക് കയറി പോകുമ്പോ വില്ല കൈക്ക് പിടിക്കുന്നു. ആ സമയത്ത് എവരെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കാണാൻ പാടാ, പറയട്ടെ. പിന്നെ അതുപോലെ തന്നെ കാര്യസ്ഥ മൂവിൽ അഭിനയിച്ചുള്ള GK പിള്ള സാറിൻ്റെ വോയിസ് ഞാനൊന്ന് ചെയ്യാണ്. മകൻ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കേണ്ടത് അച്ഛനല്ലല്ലോ, ചെയ്ത തെറ്റിൻ്റെ മകനെ പടിയിറക്കിട്ട് തന്നെ കൃഷ്ണ വാര്യർ. അന്ന് ഒളിച്ചോടിയ പരനാറിയെ പിടിച്ചുകൊണ്ടുവന്ന് എൻ്റെ മുന്നിലിട്ട് തന്നാൽ നിന്റെ ഒപ്പം ഞാനും ഉണ്ടാകും അവനെ വെട്ടി നോക്കാൻ. വരുന്നെങ്കിൽ നിനക്കും കൂടെ വരാം. നീ വന്നില്ല എന്ന് വിചാരിച്ച് എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല. എന്താ മാധവ, കൂടെ ഇറങ്ങാൻ എനിക്കൊരു അമാദം എന്നാവാ. പിന്നെ അതുപോലെ തന്നെ പുലിമുരുകൻ മൂവിയിൽ MR ഗോപകുമാർ സാർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് മൂപ്പൻ കഥാപാത്രം. അപ്പോൾ മൂപ്പൻ്റെ വോയിസ് ഞാനത് ചെയ്യണം. തൂക്കുപാറയിൽ മക്കളുറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇതിനകം 4 ജീവനാ പുലി കൊണ്ടുപോയത്. മുരുകനും നിറങ്ങണം ഞങ്ങളുടെ രക്ഷയ്ക്ക്, വേറെ ആരുമില്ല. മുരുക, എൻ്റെ പേരക്കുട്ടിയെ മുത്തുമണി കണ്ണ് കൂതി ചെയ്തില്ല. ഇന്നലെ രാത്രി അവളെ കൊണ്ടുപോയി പോലെ.